സേട്ടിന്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഫോൺ എവിടെ? ഇന്നാ ലൈന് കിട്ടിയതും എങ്ങനെയാ സംസാരിക്കണ്ടേന്ന് ഒന്ന് ട്രയൽ നോക്കിയേ. ഹലോ, ഞാൻ കൃഷ്ണമൂർത്തി സംസാരിക്കുന്നു. തനിക്ക് വിവരമുണ്ടോ? തന്റെ പേര് താൻ തന്നെ എന്തിനാ പറയുന്നത്? ഞാനല്ലേ സംസാരിക്കുന്നേ. എന്റെ പേര് പറയാതെ അമ്മൂമ്മയുടെ പേര് പറയാൻ പറ്റുമോ? മുടിയില്ലാത്തവൻ മണ്ടനാണെന്ന് സത്യമാക്കില്ലേ? മുടിയില്ലാത്തവനൊക്കെ അറിവാളിന്നാ പറയാറ്. അതൊക്കെ നിങ്ങളുടെ നാട്ടില്. ഞങ്ങളുടെ നാട്ടിലെ മുടിയില്ലാത്തവനൊക്കെ മണ്ടനാ. ഇപ്പൊ എന്താണ് എന്റെ ഒറിജിനൽ പേര് പറയാതിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മാറ്റി പറയാം കേട്ടോ. ഞാൻ മൂർത്തികൃഷ്ണ സംസാരിക്കുന്നേ. നിങ്ങളുടെ മള ഞങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് അതായത് കിഡ്നാപ്പാണ് ചെയ്തത്. തനിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ 3 പേര് കൂടെ ചേർന്നാ ചെയ്തത്. ഒരു താടിക്കാരനും 2 ചെറിയ കുട്ടികളും. ചേട്ടാ, ചേട്ടൻ എന്താ വട്ടി പിടിച്ചോ? ചേട്ടൻ നമ്മളെല്ലാരും കൊടുക്കുന്നാണല്ലോ തോന്നുന്നേ. വലിയ മനുഷ്യനാണെന്ന് വിചാരിച്ച താനെന്താ ഇങ്ങനെ ചെയ്യുന്നത്? മട്ടൻ ബിരിയാണി വേണം. മട്ടൻ ബിരിയാണിയോ? ലെമൺ റൈസിന് പോലും പൈസ ഇല്ല, പിന്നല്ലേ മട്ടൻ ബിരിയാണി. ഞാനൊക്കെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് കൊറേ കൊല്ലങ്ങളായി. മട്ടൻ ബിരിയാണി വേണം. ഇത് വിടില്ലെന്ന് തോന്നുന്നു. ഗോപി, നിന്റെ കയ്യിൽ കാശെങ്ങനെ ഉണ്ടോ? ഡോ, ഇത്രയും വലിയ ആളായ നിങ്ങളുടെ തന്നെ പൈസ ഇല്ലെങ്കിൽ എന്നെ പോലത്തെ ചെറിയ കുട്ടിയായ അവന്റെ അടുത്ത് എങ്ങനെ പൈസ ഉണ്ടാവാനാ? നിന്നെ പോലെ ചെറിയ കുട്ടിയോ? ഇതിന്റെ അടിയിലാ ഉണ്ടായിരുന്നേ. അയ്യോ, ചതിച്ച. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അന്വേഷിക്കടാ. പോയടാ. വേഗം നോക്കണം, വേഗം നോക്കുന്നത്. നമ്മളൊന്നും വിചാരിക്കുന്നു, നടക്കുന്നത് വേറെ ഒന്നും. അന്വേഷിക്കടാ. പെട്ടെന്നാവട്ടടാ. വേഗം വേഗം വേഗം. വേഗം തേട്. നേരം ശരിയല്ല. ഈ കുഞ്ഞിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്. അതിന് എന്തെങ്കിലും പറ്റി നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. ചേട്ടാ, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. വേണ്ടടാ ചേട്ടാ, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. നെക്സ്റ്റ് പ്ലാൻ എന്താ പറയേട്ടാ? നെക്സ്റ്റ് പ്ലാൻ എടാ, ആദ്യം ഈ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടിട്ട് പാടാ. ഗോപി, നീ പോടാ. പോകാൻ പിന്നെന്തായി? പോന വഴിക്കൊക്കെ ഈ കുട്ടി മട്ടൻ ബിരിയാണി വേണമെന്ന് എന്നെ ഒരു വഴിയാക്കി. ചേട്ടാ, ഇനി എന്താ ചെയ്യാൻ പോന്നേ? ഇനിയൊരു വെഗ് ഒഴിക്ക്. അതല്ല ഏട്ടാ, പണത്തിന് നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ? ചരക്ക് ആവശ്യത്തിനുണ്ട്, പിന്നെ എന്തിനാ പണം? ചേട്ടാ, ബാബുന്റെ ചേച്ചിന്റെ കല്യാണത്തിന് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് എന്താ ചെയ്യാ? ATM എടുക്കാൻ പണം. നിന്റെ അടുത്ത് ATM കാർഡൊക്കെ അത് ഇരിക്കട്ടെ, അതില് പണം ഉണ്ടോ? ATM കാർഡാ? എനിക്ക് റേഷൻ കാർഡേ ഇല്ല. പിന്നെ എങ്ങനെയാ താൻ ATM പൈസ എടുക്കാന്ന് പറഞ്ഞേ? ദിവസം നിങ്ങൾ പത്രം വായിക്കാറില്ലേ? ATM തല്ലി തകർത്ത് പണം എടുക്കുന്നു. അങ്ങനെ തന്നെ. ചേട്ടാ, ഇത് തെറ്റല്ലേ? തെറ്റ് എവിടെ ഇരിക്കട്ടെ ചേട്ടാ, നമുക്ക് രത്നസ്വാമിന്റെ വീട്ടു വീരാണ് തുറക്കാൻ പറ്റിയോ? ഇതല്ലാതെ ഗവൺമെന്റ് ATM മെഷീൻ നമ്മളെങ്ങനെയാ തുറക്കുന്നേ? അതല്ലാതെ അവിടെ കാവലിന് ആളുണ്ടാവുമല്ലോ. ഗവൺമെന്റ് മിഷനെ കണ്ട് തല്ലി പൊളിച്ചെടുക്കാം അല്ലേ? കാവലിനൊരു പൊട്ടൻ ചേർക്കണം ഉണ്ടായിരിക്കും അവിടെ. നാളെ പ്ലാൻ ചെയ്യുന്നു, പൊട്ടിച്ചെടുക്കാം. ചേട്ടാ, ഇത് വേണ്ട ചേട്ടാ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പേടിക്കാതരാ. ആൾക്കാരില്ലാത്ത സമയത്ത് നമ്മുടെ പണി തുടങ്ങാം. ബാബുവിന്റെ ചേച്ചിയുടെ കല്യാണം വേണോ വേണ്ടേ? അപ്പൊ ഞാൻ പറയുന്ന കേക്ക്. എന്താ ചേട്ടാ, ആൾക്കാരെല്ലാം വന്നിട്ട് പോയോണ്ടിരിക്കുന്നേ? ATM വേണമെങ്കിൽ ആൾക്കാർ വരും പോവും. പിന്നെ എങ്ങനെയാ? വെയിറ്റ് ചെയ്ത് മോഷ്ടിക്കാടാ. അപ്പൊ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരാമായിരുന്നു. അതാണ് തെറ്റ്. കുറച്ചു നേരം വാച്ച് ചെയ്യണം. അകത്ത് കയറി ഉടനെ ക്യാമറ തല്ലി പൊളിച്ചെടുക്കണം. നമ്മുടെ അടുത്ത് ക്യാമറ ഇല്ലല്ലോ ചേട്ടാ. വിഡ്ഢി, ATMന്റെ ഉള്ളിലുള്ള ക്യാമറയാണ് പറഞ്ഞത്. ഓക്കെ ചേട്ടാ, വാ പോവാം. നിന്നെ കണ്ട തമന്നേന്റെ അനിയത്തിനെ പോലെ ഉണ്ടല്ലോ ചക്കരെ. നിന്നെ കാണുമ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ അനിയനെ പോലെ ഉണ്ട്. ചേട്ടാ, ഈ പെണ്ണിങ്ങനെ കറങ്ങി നടക്കല്ലേ? ഇവളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇതുപോലെ അലഞ്ഞു നടക്കുക. അങ്ങനെ ആരെങ്കിലും ബലാൽ പലകാരം ഉണ്ടാക്കിയെന്നും പറഞ്ഞാൽ ആൾക്കാരെ കൂട്ടുക. ചേട്ടാ, ഉണ്ണിയപ്പം പലകാരം അറിയാ, വെള്ളയപ്പം പലകാരം അറിയാ, അതെന്താ ഈ ബലാൽ പലകാരം? എടാ, ബലാൽ സംഘത്തിനെയാണ് ഇയാള് നമ്മുടെ അടുത്ത് ബലാൽ പലകാരം എന്ന് പറഞ്ഞത്. എടോ, പഠിക്കാത്ത മണ്ടച്ചാരെ. ചേട്ടാ, ATM പൈസ എടുക്കാൻ എത്ര നേരമാവോ? അവര് പണം എടുക്കാൻ വന്നവരല്ല, വേറെന്തോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഈ ATM ഒരു തൃപ്തിയില്ല. വേറെ ATM പോയാലോ? അവിടെയും തൃപ്തിയായില്ലെങ്കിലോ? വേറെ ATMലേക്ക് പോവാ. ഇങ്ങനെ ഏറ്റവും കയറി ഇറങ്ങുന്നതിന് പകരം കൊച്ചിയിൽ ഒരു റൂം എടുത്താ പോരെ? വരിനടാ പോവാം. എന്നെ കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു നോക്കി. ആ ATM മെഷീൻ എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും വേറെ ഏതെങ്കിലും ATM മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക്. എടാ മോനെ, ഞങ്ങൾ ATM തല്ലി തകർത്ത് പണം എടുക്കാൻ വന്നതാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ചേട്ടോ, മീൻകറി വെക്കുന്ന ചട്ടി കവുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടോ അതുപോലെ ഉണ്ട് നിന്റെ മണ്ട. ഇത് കണ്ടുപിടിക്കാൻ CBCID വരണോ നിനക്ക്? ഇതിന് ഞാൻ കണ്ടുപിടിച്ചാ പോരെ? ഈ ATM കൊള്ള അടിച്ചിട്ട് ഈ നിൽക്കുന്ന ഓട്ടോയില് കേറിയിട്ട് എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ ആണോ? എടോ, തനിക്ക് വിവരം എന്തെങ്കിലും ഉണ്ടോ? നിന്നെ കണ്ട ഒരു അറക്കള്ളനെ പോലെയുള്ള, ഇവനെ നോക്കിയാലോ ഒരു മുഴുക്കള്ളനെ പോലെയുണ്ട്. പോടാ, പോയി കക്കുന്നത് എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ആയിട്ട് പോയി പഠിച്ചിട്ട് വാ. അതിനുശേഷം ഇതുപോലുള്ള ഒരു ATM കക്കാൻ പോട്. പോടാ, വന്നിട്ടുണ്ട് ആള്. മോന്തയും നോക്ക്, ഇതില് ചെറുവണ്ടി വരും. ATM കൊള്ളയടിച്ചിട്ട് എന്റെ വണ്ടി കയറി രക്ഷപ്പെടാന്ന് കരുതിയോ? തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇതിനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? തന്റെ തലക്കകത്തൊന്നുമില്ലേ? വൃത്തിയായിട്ടാണ് ചേട്ട നാറി പന്നെ. ഞങ്ങളോട് ക്ഷമിക്കും മോനെ. ക്ഷമ ചോദിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ നന്നായി കഴിയുന്നവനാ. തലയിൽ മുടിയില്ലാത്ത പോലെ തലക്കകത്ത് ഒന്നുമില്ല. ഇവരില്ലാത്ത മൊട്ടത്തലയാ, കഴിവറി. വരൂ സാർ. ഓട്ടം പോണോ? എങ്ങോട്ടാ പോണ്ടേ? നാണക്കേട്. 2 ലക്ഷം രൂപ മോഷ്ടിക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനാ ചേട്ടാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നേ? പിന്നെ ഓട്ടോക്കാരൻ നമ്മളെ ചീത്ത പറഞ്ഞ് കേട്ടില്ലേ? അതൊക്കെ വിട്ട കേട്ടാ. അപമാനം സഹിക്കാൻ പറ്റാത്ത ഒരു തൊഴിൽ ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഇവന്റെ മോന്തക്കുറ്റിക്ക് മെസ്സേജ് വേറെ. ചേട്ടാ, ATM തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മിണ്ടാതെ ബാങ്കിൽ എടുത്താ എന്താ? നിനക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാ? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ചേട്ടാ നിങ്ങളുടെ പെണ്ണിൽ കറങ്ങാൻ പോകുന്നേ? അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ പോയി മോഷ്ടിക്കാനാണോ നീ പറയുന്നേ? പിന്നെ ബാങ്കിന് പെയിന്റ് അടിക്കാന്നാണോ ഞാൻ പറഞ്ഞേ? ചേട്ടാ നല്ലപോലെ സംസാരിക്കുന്നു, പക്ഷെ ബാങ്കിൽ എങ്ങനെയാ മോഷണം ചെയ്യുന്നത്? ഒന്ന് നിക്കടാ, ആലോചിക്കേ. ഡാ, ഇങ്ങനെ ചെയ്താലെന്താ? നമ്മൾ ബാങ്കിൽ പോയി മോഷ്ടിച്ച ഒറ്റ നിമിഷത്തിൽ അകത്താവും. അതുകൊണ്ട് ബാങ്കിൽ പോയി പണം എടുത്തിട്ട് വരുന്ന ഒരാളെ ഫോളോ ചെയ്തിട്ട് തട്ടിപ്പറിച്ചാലെന്താ? ഈ പണി നമുക്ക് നാളെ രാവിലെ വെച്ചേക്കാം. പാണ്ഡ്യ, നീ ഒരു സൈക്കിളിന് ഏർപ്പാട് ചെയ്യേ. ഞാൻ എന്റെ സൈക്കിൾ എടുത്തിട്ട് വരാം. അപ്പോഴേ നമുക്ക് ഫോളോ ചെയ്യാൻ ഈസി ആവുള്ളൂ. വരണേടാ, പോവാം.